കരുനാഗപ്പള്ളി കന്നേറ്റിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കന്നേറ്റിയിൽ ധർണ നടത്തി. ദേശീയപാത 66 കരുനാഗപ്പള്ളി കന്നേറ്റിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കന്നേറ്റി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇവിടെ ഈ ആവശ്യവുമായി രംഗത്ത് വരുമ്പോൾ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിലും ഇതിന്റെ കരാറുകാരാണെങ്കിലും എല്ലാവരും പറയാറുള്ളത് ഇതിന്റെ DPRനെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത് നാളിതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനേറ്റവും വളരെ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നത്. ഓരോ പ്രദേശങ്ങളിൽ DPRൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഇതൊക്കെ നിർബന്ധമായും കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റുകളുടെയോ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് പോലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാണിതെന്നും അതുകൊണ്ട് ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും തുടക്ക കാലഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കരാറുകാർ. എന്നാൽ നാം പരിശോധിച്ചാൽ ഇന്ന് നീണ്ടകര പാലം മുതൽ കന്നേറ്റി പാലം വരെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ഓരോ ഇടങ്ങളിലേക്കും ഇവർ പറഞ്ഞ DPRൽ ഇല്ലാതിരുന്ന അണ്ടർ പാസേജുകൾ ഉണ്ടായതെല്ലാം ജനകീയ സമരത്തിലൂടെയാണ്, ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് ഓരോ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള അണ്ടർ പാസേജുകൾ ഉണ്ടായത്. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. പഞ്ചായത്ത് അംഗം J. അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R. അരുൺരാജ്, സക്കീർ ഹുസൈൻ, പൊന്മന നിശാന്ത, KG വിശ്വംഭരൻ, വെറ്റമുക്ക് സോമൻ, സജീവ് ന്യൂഭാഷൻ, ഷാജഹാൻ, ജോർജ് ചാക്കോ, പുതുക്കുളം ഷമീർ, സലിജ, നജീമ നവാസ്, ഗണേഷ് റാവു, ഭദ്രൻപിള്ള, ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.